നമസ്കാരം. വിഷുമായ സ്വാമി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജ്യോതിഷത്തിൽ ഗ്രഹങ്ങളുടെ രാശിമാറ്റത്തിന് വളരെയധികം പ്രാധാന്യമാണ് നാം കൽപ്പിച്ചിരിക്കുന്നത് അല്ലേ? ഓരോ ഗ്രഹത്തിൻ്റെ സംക്രമണവും വ്യക്തികളുടെ ജീവിതത്തിലും പ്രപഞ്ചത്തിലും പല വിധത്തിലുള്ള മാറ്റങ്ങളാണ് വരുത്തുന്നത്. നവഗ്രഹങ്ങളെല്ലാം തന്നെ കാലഘട്ടങ്ങളിലും രാശിമാറ്റം നടത്താറുണ്ട്. ഇത്തരത്തിൽ ജൂലൈ മാസത്തിൽ സംഭവിക്കുന്ന ഒരു പ്രധാന രാശിമാറ്റങ്ങളിൽ ഒന്നാണ് ബുധൻ്റെ മിഥുനം രാശിയിലേക്കുള്ള പ്രവേശനം. ബുധൻ സ്വന്തം രാശിയായ മിഥുനത്തിലേക്കുള്ള ഈ രാശിമാറ്റം അതിവിശിഷ്ടമായ ഭദ്രരാജയോഗം സൃഷ്ടിക്കുന്നു. ജൂലൈ 7 മുതൽ ജൂലൈ 23 വരെയുള്ള കാലയളവിനെയാണ് ബുധൻ മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്നത്. ബുദ്ധി, ആശയവിനിമയം, വിജ്ഞാനം, ബിസിനസ് എന്നിവയുടെ പ്രതീകമായ ബുധൻ ഗ്രഹങ്ങളുടെ രാജകുമാരൻ എന്നാണ് അറിയപ്പെടുന്നത്. ജാതകത്തിൽ ബുധൻ ശക്തമായ ഒരു സ്ഥാനത്താണെങ്കിൽ ബിസിനസ്സിലും പുതിയ സംരംഭങ്ങളിലൊക്കെ വലിയ വിജയം നേടാൻ കഴിയും. ഇതോടൊപ്പം തന്നെ സ്വന്തം രാശിയിൽ അതിവിശിഷ്ടമായ ഭദ്രരാജയോഗം സൃഷ്ടിക്കുന്നത് നേട്ടം ഇരട്ടിയാക്കുകയും ചെയ്യും. കാരണം ജ്യോതിഷത്തിൽ പഞ്ചമഹാപുരുഷ യോഗങ്ങളിൽ ഒന്നാണ് ഭദ്രയോഗം. ബുധൻ സ്വന്തം രാശിയായ മിഥുനത്തിലോ കന്നിയിലോ ഉച്ചസ്ഥാനത്തോ ആയ കേന്ദ്രഭാവത്തിൽ ആണെങ്കിൽ നിലകൊള്ളുന്നതെങ്കിൽ ഭദ്രരാജയോഗം രൂപപ്പെടുന്നു എന്നാണ്. ഇത്തവണ ബുധൻ മിഥുനം രാശിയിലേക്കുള്ള പ്രവേശനം നിമിത്തം രൂപപ്പെടുന്ന ഭദ്രരാജയോഗം എല്ലാ രാശിക്കാരെയും ബാധിക്കും. എന്നാൽ ഈ പറയുന്ന ചില രാശിക്കാർക്ക് അതുവഴി അനിവാര്യമായ നേട്ടങ്ങളായിരിക്കും ഉണ്ടാവുന്നത്. ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ ഭാഗ്യം ഉണ്ടാവുന്നതെന്ന് നമുക്ക് നോക്കാവുന്നതാണ്. ഇതിൽ ആദ്യത്തേത് കർക്കിടകം രാശിയാണ്. ബുധൻ്റെ മിഥുനം രാശിയിലേക്കുള്ള പ്രവേശനം നിമിത്തം രൂപപ്പെടുന്ന ഭദ്രരാജയോഗം കർക്കിടകം രാശിക്കാർക്ക് അനുകൂലമായിരിക്കും. പല വഴിക്ക് പണം കയ്യിലെത്തുകയും ചെയ്യുന്നതായിരിക്കും. മനോഹരമായ പെരുമാറ്റം കൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കാനും അതുവഴി സമൂഹത്തിൽ വലിയ അംഗീകാരവും പദവിയും നേടിയെടുക്കാനും ഇവർക്ക് സാധിക്കുന്നതായിരിക്കും. കഠിനാധ്വാനത്തിൽ നിന്ന് മേലധികാരികളിൽ നിന്നൊക്കെ സഹപ്രവർത്തകരിൽ നിന്നൊക്കെ മികച്ച പിന്തുണയും ഇവർക്ക് ലഭിക്കുന്നതായിരിക്കും. തൊഴിൽ മേഖലയിൽ നിന്നിരുന്ന കഠിന അനിശ്ചിതത്വം മാറുകയും മികച്ച ജോലി ഓഫറുകൾ നിങ്ങളെ തേടിയെത്തുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകൾ ഉന്നത വിജയം നേടാൻ സാധിക്കുകയും വിദേശയാത്രകൾക്കായി ശ്രമിക്കുന്നവർക്ക് വിസ നടപടികൾ വേഗത്തിലാവുകയും ചെയ്യുന്നതായിരിക്കും. അടുത്ത രാശി വൃശ്ചികം രാശിയാണ്. വൃശ്ചികം രാശിക്കാർക്ക് ബുധൻ്റെ മിഥുനം രാശിയിലേക്കുള്ള പ്രവേശനം നിമിത്തം രൂപപ്പെടുന്ന ഭദ്രരാജയോഗം ഗുണം ചെയ്യുക തന്നെ ചെയ്യും. പുതിയ വരുമാന സ്രോതസ്സുകൾ രൂപപ്പെടുകയും ഇതുവഴി സാമ്പത്തിക നില ഭദ്രമാക്കാൻ ഈ രാശിക്കാർക്ക് സാധിക്കുന്നതായിരിക്കും. ബിസിനസ് രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനും കഴിയുന്നതായിരിക്കും. പ്രൊഫഷണൽ ജീവിതത്തിൽ വളരെ കാലമായി കാത്തിരുന്ന ചില പ്രധാനപ്പെട്ട ഇടപാടുകളെല്ലാം ലളിതമായി പൂർത്തീകരിക്കാനും ഇവർക്ക് കഴിയുന്നതായിരിക്കും. എഴുത്ത്, മാധ്യമരംഗം, പ്രഭാഷണം, ഗവേഷണം തുടങ്ങിയ മേഖലയിൽ ഉള്ളവർക്ക് ഈ സമയം ഭദ്രരാജയോഗത്തിലൂടെ വളരെ ശ്രേഷ്ഠമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. ആളുകളുടെ പ്രശംസ പിടിച്ചുപറ്റുന്ന രീതിയിൽ സ്വന്തം അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ സാധിക്കുന്നതായിരിക്കും. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നതായിരിക്കും. പൊതുവെ നല്ല സമയമായിരിക്കും. അടുത്തത് മീനം രാശിയാണ്. ബുധൻ്റെ മിഥുനം രാശിയിലുള്ള പ്രവേശനം നിമിത്തം രൂപപ്പെടുന്ന ഭദ്രരാജയോഗം മീനം രാശിക്കാർക്ക് ശുഭകരമായിരിക്കും. ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനും അതുപോലെ തന്നെ ശമ്പള വർധനയൊക്കെ സാധ്യത കാണുന്നുണ്ട്. ഇതോടെ വരുമാന മാർഗങ്ങളിൽ വലിയ മാറ്റം ദൃശ്യമാകുകയും ഒന്നിലധികം വിഭാഗങ്ങളിൽ നിന്നും പണം കയ്യിലെത്തുന്ന വഴി വലിയ തരത്തിലുള്ള കടബാധ്യതകളൊക്കെ വീട്ടാൻ കഴിയുന്നതുമായിരിക്കും. സ്വന്തമായി വീടോ ഭൂമിയോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ കാലയളവിൽ ലളിതമായ രീതിയിൽ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നതായിരിക്കും. പുതിയ ആളുകളുമായി സൗഹൃദം സ്ഥാപിക്കാനും അത് പിൻകാലത്ത് ഉപകാരപ്പെടാനും സാധിക്കും. പണം നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വിപണി അനുകൂലമായിരിക്കുകയും ചെയ്യുന്നതായിരിക്കും. സാമ്പത്തിക സുരക്ഷിതത്വം വർദ്ധിക്കുന്നതിലൂടെ മാനസിക സമ്മർദ്ദം കുറയുകയും സന്തോഷകരമായ നിമിഷങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത്ര നേരം നമ്മുടെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. അതോടൊപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം. അതോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും.